ഹലോ എവറി വൺ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. സോ അണ്ടർ ദിസ് മെത്തേഡ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ partners remains fixed unless some additional capital is introduced or capital is withdrawn by mutual agreement. സോ ഈ ഒരു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒറിജിനൽ ക്യാപിറ്റൽ പ്ലസ് എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കും. ഓൾ ഐറ്റംസ് ലൈക്ക് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ് എക്സെട്ര ആർ നോട്ട് ഷോൺ ഇൻ ദർ ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്തുമാത്രമാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ട്നേഴ്സ്. മറ്റുള്ള ഐറ്റംസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി പേയ്മെന്റ്, കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസസ്, ഇതൊന്നും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനായിട്ട് കാണിക്കത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എന്ത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു കറന്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ ഇത്തരത്തിലുള്ള ഐറ്റംസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? കറന്റ് അക്കൗണ്ടിനകത്താണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ഒരു പാർട്ട്ണർക്ക് രണ്ട് അക്കൗണ്ടുകൾ ഉണ്ടാവും. ദാറ്റ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അനദർ വൺ ഇസ് കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്ത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നുള്ളത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ട്നേഴ്സ്. കറന്റ് അക്കൗണ്ടിനകത്താണ് മറ്റുള്ള അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് എല്ലാം നമ്മൾ കാണിക്കുന്നത്. സോ ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആസ് ദ ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ any partner remains same unless additional capital is brought in or the part of capital is withdrawn by as per agreement. സോ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്തുമാത്രം കാണിക്കുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ മാത്രമായിരിക്കും. സപ്പോസ് പുതിയ ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അത് കാണിക്കാം, അല്ലെങ്കിൽ എഗ്രിമെന്റ് പ്രകാരം എന്തെങ്കിലും ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കാണിക്കും. ബാക്കി എല്ലാ ഐറ്റംസും കറന്റ് അക്കൗണ്ടിനകത്തായിരിക്കും നമ്മൾ കാണിക്കുക. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് നേച്ചർ ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുക. ദെൻ നമ്മൾ എപ്പോഴും ഡ്രോയിങ്സിന് എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെയാണ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്താലും നമ്മൾ എന്താണ് കാണിക്കുന്നത്? അത് ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ക്യാപിറ്റലിന്റെ ബാലൻസിൽ നിന്ന് ആ എമൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഡെബിറ്റ് സൈഡ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് രണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. ഇതാണ് ഫോർമാറ്റ്. നമ്മൾ മുന്നേ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള അതേ ഫോർമാറ്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് അഡീഷണൽ ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇനി കറന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആണ്, സെയിം ആസ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ സാലറി, കമ്മീഷൻ, ഇനി പ്രോഫിറ്റ് ആണ്. ഇൻ കേസ് നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണ് റൺ ചെയ്യണമെങ്കിൽ ആ പ്രോഫിറ്റിന്റെ എത്ര പെർസെൻറ്റേജ്, എത്ര പ്രൊപ്പോർഷനിലാണ് പാർട്ട്ണർ എക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഇവിടെ കാണിക്കും. ദെൻ ഡ്രോയിങ്സ് നമ്മളിവിടെ കാണിക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡ് കാണിക്കും. ഇനി ലോസ് ആണെന്നുണ്ടെങ്കിൽ ആ ലോസിന്റെ ഷെയർ എത്രയാണോ അത് നമ്മൾ കാണിക്കും. പിന്നീട് ബാലൻസ് ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്യും. സോ ഇതാണ് കറന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗിനകത്ത് നമ്മൾ ഒറ്റ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് അക്കൗണ്ട് ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, ആ ഓരോ ഐറ്റത്തിന്റെ നേച്ചറിൽ ഒന്നും മാറ്റം വരുന്നില്ല. ഏതെല്ലാം ഐറ്റംസ് ആണോ നമ്മൾ കഴിഞ്ഞ മെത്തേഡ് പ്രകാരം ക്രെഡിറ്റ് ചെയ്തത് അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ കറന്റ് അക്കൗണ്ടിനകത്ത് കാണിക്കത്തില്ല. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇല്ലുസ്ട്രേഷൻ 4 ഇങ്ങനെയാണ് പറയുന്നത്. ആനന്ദ് ആൻഡ് ബാലൻ entered into a partnership
കോൺട്രിബ്യൂട്ടിംഗ് 50,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി. സോ ആനന്ദ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 50,000 റുപ്പീസ്. ആൻഡ് ബാലൻ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? 30,000 റുപ്പീസ് അല്ലെ. They decided to share profits and losses in the ratio of 1:2 എന്നുള്ള റേഷ്യോയിലാണ് അവര് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഷെയർ ചെയ്യുന്നത്. ആനന്ദ് വാസ് എൻടൈൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. ആനന്ദിന് ഓരോ വർഷം എത്രയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്? 5,000 രൂപ വെച്ചിട്ടാണ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 6% പെർ ആനം. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് പറഞ്ഞിട്ടുള്ളത് 6%. Then drawings of Anand and Balan for the year ending 31st December 2015 were 6,000 and 5,000 respectively. Interest on drawings, Anand was 300 rupees and Balan 200 to be charged. The profits of the firm after providing Anand's salary and interest on capital and taking into account interest on drawings were 15,000. നമ്മൾ ഈ ഒരു സെയിം പ്രോബ്ലം നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമ്മൾ അത് എങ്ങനെ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് ചെയ്യണമെന്ന് നോക്കാം. വേറെ ഒരു വ്യത്യാസമല്ല, സെയിം രീതി തന്നെയാണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ 2 അക്കൗണ്ടുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ആനന്ദിന്റെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് ഈ 50,000 റുപ്പീസ് ആണ് അല്ലെ. സോ ഈ 50,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള രീതിയിൽ 50,000 നമ്മൾ കാണിച്ചു. ആൻഡ് സെക്കൻഡ് വൺ, അതുപോലെ ബാലന്റെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 30,000 റുപ്പീസ് ആണ്. സോ ബാലന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡ് എന്ത് കാണിക്കണം? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 30,000 റുപ്പീസ് കാണിക്കണം. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യണം എന്നുള്ളത് അല്ലെ. പ്രോഫിറ്റ് നമുക്ക് ലാസ്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് പ്രോഫിറ്റ് അവിടെ വയ്ക്കാം. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഈ പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് കറന്റ് അക്കൗണ്ടിലാണ് വരുന്നത്. അതുപോലെ ആനന്ദിന്റെ സാലറി 5,000 റുപ്പീസ് പറയുന്നുണ്ട്, അതും കറന്റ് അക്കൗണ്ടിലാണ് പറയുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, പക്ഷെ അതും നമ്മൾ എന്ത് ചെയ്യാണ്? കറന്റ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ദെൻ ദ ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2015 were rupees 6,000 and 5,000. ഡ്രോയിങ്സ് നമ്മൾ കറന്റ് അക്കൗണ്ടിലാണ് കാണിക്കുക. സോ ഇനി ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ ഒന്നും ഈ വർഷം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ഇത്രയാണ് നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് കാണിക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്. എത്രയാണ്? 50,000 റുപ്പീസ് ആണ് ഉള്ളത്. സോ നമ്മൾ അത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ ഒരു എമൗണ്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ടില്ല. സോ 50,000 നേരെ നമ്മൾ താഴോട്ട് എഴുതുന്നു. ഇനി ഈ 50,000 നിന്ന് നമുക്ക് ഒന്നും ഡിഡക്ട് ചെയ്യാൻ ഈ സൈഡ് ഡെബിറ്റ് സൈഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബാലൻസ് ക്യാരി ഡൗൺ എത്ര തന്നെയായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് തന്നെയായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ബാലന്റെ കേസിൽ നമ്മൾ 30,000 റുപ്പീസ് നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് എഴുതുന്നു. ഡിഡക്ട് ചെയ്യാൻ ഡെബിറ്റ് സൈഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ 30,000 റുപ്പീസ് തന്നെ എന്ത് ചെയ്യുന്നു? ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ബാലന്റെ അക്കൗണ്ടിൽ എഴുതുന്നു. ഇനി കറന്റ് അക്കൗണ്ടിലോട്ട് നമുക്ക് പോവാം. സോ കറന്റ് അക്കൗണ്ടിനകത്ത് ഫസ്റ്റ് നമുക്ക് ആനന്ദിന്റെ കറന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആനന്ദിന്റെ കറന്റ് അക്കൗണ്ടിനകത്ത് സാലറി എത്ര രൂപ എഴുതണം? 5,000 റുപ്പീസ്. ഈ സാലറി നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് കറന്റ് അക്കൗണ്ട് ആണ് അല്ലെ. ആനന്ദിന്റെ സാലറി 5,000 നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിച്ചു. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 6% പെർ ആനം. സോ രണ്ടുപേരുടെയും ക്യാപിറ്റലിന്റെ മുകളിൽ 6% ഇൻട്രസ്റ്റ് ആര് കൊടുക്കണം? ഫേം കൊടുക്കണം, 2 പാർട്ട്നേഴ്സിനും. സോ 2 പാർട്ട്നേഴ്സിന്റെയും എത്രയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്? 50,000 വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. സോ 50,000ന്റെ 6% നമ്മൾ ആനന്ദിനും അതുപോലെ 30,000ന്റെ 6% നമ്മൾ ബാലനെയും നമ്മൾ കൊടുക്കണം. സോ 50,000ന്റെ 6% എന്ന് പറയുമ്പോൾ 3,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ബാലന്റെ അക്കൗണ്ടിൽ 30,000ന്റെ 6% 1,800 കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദ ഇയർ എൻഡഡ് 31st December 2015 എന്ന് പറഞ്ഞിട്ട് 6,000ഉം
അതുപോലെ 5,000 പറഞ്ഞിട്ടുണ്ട്. സോ ആനന്ദിന്റെ അക്കൗണ്ടിൽ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കേണ്ടത് അല്ലെ? സോ ആനന്ദിന്റെ അക്കൗണ്ടിൽ നമ്മൾ 6,000 ഡ്രോയിങ്സ് ആയിട്ട് കാണിച്ചു. അതുപോലെ ബാലന്റെ അക്കൗണ്ടിൽ 5,000 നമ്മൾ ഡ്രോയിങ്സ് ആയിട്ട് കാണിച്ചു അല്ലെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ആനന്ദിന് 300ഉം ബാലന് 200ഉം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡ് ആണ് കാണിക്കേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് അല്ലെ, എന്തുകൊണ്ടാണ് അത് ഡെബിറ്റ് സൈഡ് കാണിക്കേണ്ടതെന്ന്. സോ 300ഉം 200 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാണിച്ചു. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഉള്ളത്? പ്രോഫിറ്റിന്റെ 2:1 എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം അല്ലെ. മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. 15,000ന്റെ 2/3 ഭാഗം ആർക്ക് പോകും? 2/3 ഭാഗം ആനന്ദിന് പോകും. ബാക്കി 15,000ന്റെ 1/3 ഭാഗം ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ബാലനാണ് കൊടുക്കേണ്ടത്. സോ 15,000 ഇൻറ്റു 2/3 എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 10,000 രൂപയാണ് ആനന്ദിന്റെ പ്രോഫിറ്റിലെ ഷെയർ. അതേ 15,000ന്റെ 1/3 ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് 5,000 രൂപയായിരിക്കും ബാലന് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ 3 ഐറ്റംസ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 18,000 റുപ്പീസ് ബാലൻസ് എമൗണ്ട് ആയിട്ട് വരും. ഈ ബാലൻസ് എമൗണ്ടിൽ നിന്ന് ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 11,700 ആനന്ദിന്റെ കറണ്ട് അക്കൗണ്ടിനകത്ത് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെയാണ് ബാലന്റെ നമ്മൾ 1,800 പ്ലസ് 5,000 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് എന്ന് പറയുന്നത് 6,800 ആണ്. അതിൽ നിന്ന് 5,000ഉം അതുപോലെ ഈ 200ഉം ഡിഡക്ട് ചെയ്യുന്ന സമയത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് ഓഫ് ബാലൻ എന്ന് പറയുന്നത് 1,600 ആണ്. സോ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് മെത്തേഡിന്റെയും ഡിഫറൻസ് ആണ് ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് വൺ പറയുന്നത് നമ്പർ ഓഫ് അക്കൗണ്ട്സ് ആണ് അല്ലെ. നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനകത്തും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ബേസിസിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് മെത്തേഡിനകത്ത് നമ്മൾ 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് കറന്റ് അക്കൗണ്ടും. പക്ഷെ ഫ്ലക്ച്വേറ്റിങ്ങിനകത്തോ നമ്മൾ ആകെ ഒരേ ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്. ഇത് തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. ദ നേച്ചർ എന്ന് പറയുന്നത് റിമെയിൻസ് ഓൾമോസ്റ്റ് അൺഓൾട്ടേർഡ്. എന്താണ് അൺഓൾട്ടേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തുണ്ടോ? ഇല്ല. പാർട്ട്നേഴ്സ് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മൾ ആ വർഷത്തിന്റെ എന്തെങ്കിലും ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെയാണ്? എന്തെങ്കിലും ഡ്രോയിങ്സ് ചെയ്താലോ, സാലറി കൊടുത്താലോ, കമ്മീഷൻ കൊടുത്താലോ, അല്ലെങ്കിൽ പ്രോഫിറ്റിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ എല്ലാം നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അത് ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടേയിരിക്കും ആ ഒരു ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന്റെ. അതാണ് ഇവിടെ അൺഓൾട്ടേർഡും ഫ്ലക്ച്വേറ്റ്സും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ എന്താണ് ചെയ്യുന്നത്? കറന്റ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് എവിടെയാണ് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ കാണിക്കും. ദെൻ അപ്പിയറൻസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആണ്. ഇവിടെ നമ്മൾ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ട് നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. സാധാരണയായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എമൗണ്ട് ആയിരിക്കും കാണിക്കുക. പക്ഷെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസും അതുപോലെ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കും. ഇനി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണെങ്കിലോ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതിന്റെ ബാലൻസ് മാത്രം നമുക്ക് ബാലൻസ് ഷീറ്റിനകത്ത് കാണിച്ചാൽ മതി. ദെൻ സ്പെസിഫിക് മെൻഷൻ ആണ് അടുത്ത പോയിന്റ്. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ക്യാപിറ്റൽ ബാലൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഫിക്സഡ് ആണോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ? അവിടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ എഗ്രിമെന്റ്, നമ്മളത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണല്ലേ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെന്റ് എന്താന്നുള്ളത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം, ഓക്കെ, ഇതിനകത്ത് നമ്മൾ നമ്മുടെ ബിസിനസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അതർവൈസ് നമുക്ക് എന്ത് ഫോളോ ചെയ്യാം, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിർബന്ധമില്ല. പക്ഷെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കൂട്ട് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലെ. ഇറ്റ് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്, മേ ഷോ ഡെബിറ്റ് ബാലൻസ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ കേസിൽ എന്താണ്, അത് ഡെബിറ്റ് ബാലൻസും കാണിക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഡെബിറ്റ് ബാലൻസും കാണിക്കാന്ന് പറയുന്നത്, കാരണം ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് കൂടും അല്ലെ. നമ്മൾ സാധാരണ ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെബിറ്റ് സൈഡ് ആണോ ക്രെഡിറ്റ് സൈഡ് ആണോ നോക്കും. അതായിരിക്കും നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് എഴുതുക അല്ലെ. സോ സംടൈംസ് നമുക്ക് ഡെബിറ്റ് സൈഡ് ബാലൻസ് എന്ത് ചെയ്യാം, കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡെബിറ്റ് സൈഡ് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ബാലൻസ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഡെബിറ്റ് സൈഡ് ബാലൻസും ആവാം ക്രെഡിറ്റ് സൈഡ് ബാലൻസും ആവാം. ഏതില്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരം. ഫിക്സഡ് മെത്തേഡിൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കാം. സോ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇനി കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.